ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാക്കിക്കൊണ്ട് വീണ്ടും അമേരിക്ക ഇറാന് നേരെ തുടർച്ചയായ രണ്ടാം ദിവസവും ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇതോടകം ഈ വാർത്തകൾ ടി വിയിലും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരിക്കും, ദുരന്തങ്ങൾ എന്തൊക്കെയായിരിക്കും, പശ്ചിമേഷ്യയെയും ലോകത്തെയും മഹാദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന അമേരിക്കയുടെ പങ്കെന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അധികമാരും സംസാരിക്കാൻ ഇടയില്ല. ഫാദർലാൻഡായി അമേരിക്കയെ കാണുന്ന പലരും കയ്യടിയൊക്കെ നിർത്തി ഇപ്പോൾ മുഖം മണ്ണിൽ പൂഴ്ത്തിയിരിക്കുകയാണ്. ഇസ്ലാമിക രാജ്യമായ ഇറാന്റെ നാശം എങ്ങനെയെങ്കിലും നടന്നാൽ മതി എന്ന് ആർത്തട്ടഹസിച്ചിരുന്ന ചില വർഗീയവാദികൾ ഇപ്പോൾ ഒരക്ഷരം മിണ്ടാതെ നെഞ്ചത്ത് കൈവച്ച് ഉയരുന്ന പെട്രോൾ വിലയും നോക്കിയിരിക്കുകയാണ്. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ് കേട്ടോ. ഈ വിധത്തിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്ക പശ്ചിമേഷ്യയിൽ ഇടപെടുന്നതെങ്കിൽ അതീവ ഗുരുതരം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊന്നും പിടിച്ചാൽ കിട്ടാത്ത വിധത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷവും സാമ്പത്തിക രംഗവും ഒക്കെ മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചത് ഇതോടകം ഇറാനിൽ. ഇറാനെ തച്ചുടയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറാന്റെ സകല ആസ്തികളും തകർക്കുക എന്ന നിലയിൽ ഇറാനിലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടന്ന ആക്രമണങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ആക്രമണങ്ങൾ നടന്നത് ഇറാന്റെ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. ബന്ദർ അബ്ബാസ്, സിറിക് അടക്കമുള്ള പല പ്രദേശങ്ങളിലും അമേരിക്കയുടെ ആക്രമണങ്ങൾ തുടർച്ചയായി നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ള വാർത്ത. പക്ഷേ ഈ ആക്രമണങ്ങൾ എവിടേക്കൊക്കെയാണ് നടന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ്, അതിൻ്റെ ഇൻഡെപ്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാവുക. ഒന്ന്, തീർത്തും ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക തങ്ങളുടെ യുദ്ധതന്ത്രം മാറ്റിയിരിക്കുന്നു. 2, ഇറാന്റെ പെട്രോ കെമിക്കൽ സ്ഥാപനങ്ങൾ, അതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റുകൾ തുടങ്ങിയവ ലക്ഷ്യമിട്ട് വലിയ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു. ഒപ്പം ഇറാന്റെ ജലസംഭരണികൾ അടക്കം, ജലശുദ്ധീകരണ കേന്ദ്രങ്ങൾ അടക്കം തകർക്കാനുള്ള നീക്കങ്ങളും ഈ യുദ്ധത്തിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അതായത് ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക, അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുക, ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കുകയോ അല്ലെങ്കിൽ ഭരണകൂടം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഒത്തുതീർപ്പിലേക്ക് വരികയോ ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊക്കെ അമേരിക്ക ഇപ്പോൾ നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഒരു വശത്ത് 5 രാജ്യങ്ങൾ എന്നോട് അഭ്യർത്ഥിച്ചതിന്റെ ഭാഗമായി ഞാനൊരു വെടിനിർത്തലിലേക്ക് പോവുകയാണ് എന്ന് ട്രംപ് പറയുകയും നിർണായകമായ സമാധാന ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്ന് പ്രഖ്യാപിക്കുകയും ഉടൻ തന്നെ സമാധാനം ഉണ്ടാകും എന്നുള്ള പ്രത്യാശ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതേസമയം ഇറാനെ പൂർണ്ണമായും കത്തിച്ച് ചാമ്പലാക്കി തച്ച് തകർത്ത് തീർക്കുക എന്ന ലക്ഷ്യം നടപ്പാക്കാനുള്ള നീക്കങ്ങളും മറുവശത്ത് പാരലായിട്ട് ട്രംപ് ചെയ്യുന്നുണ്ട്. ഇത് വലിയ ചതിയാണ്, യുദ്ധനീതി എന്നുള്ളതിൻ്റെ ലംഘനമാണ്. അതായത് ഒരേ സമയം 2 വള്ളത്തിൽ കാലിട്ടുകൊണ്ടുള്ള വല്ലാത്തൊരു കളിയാണ് ട്രംപ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്തിന് തന്നെ, ഇറാനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, അത് അവർ തമ്മിലുള്ള പ്രശ്നമാണെന്ന് കരുതാം. പക്ഷെ ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വിധത്തിലേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളെയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെയും, യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്ന ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ തന്നെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി ഇറാൻ അടച്ചിരിക്കുകയാണ്. ഇതിനുള്ള റിട്ടാലിയേഷൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ ഇറാൻ ആദ്യം ചെയ്തത് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കുകയാണ്. അതായത് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാനുമായി ബന്ധമുള്ള ചില രാജ്യങ്ങളുടെ കപ്പലുകൾ കടത്തിവിടുന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ ചില കപ്പലുകൾ വന്നിട്ടുണ്ടായിരുന്നു, മറ്റു ചില രാജ്യങ്ങളുടെ കപ്പലുകളും അതിലെ പോകുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇറാൻ പറഞ്ഞത് ഞങ്ങളോട് സഹകരിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് വഴി അമേരിക്കയും ഇസ്രായേലുമായി ഒരു ബന്ധവുമില്ലാത്ത കപ്പലുകൾക്ക് പോകാൻ കഴിയും എന്ന് ഇറാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഇനി ഒരൊറ്റ കപ്പലുകളെയും കടത്തിവിടില്ല എന്ന കടുത്ത തീരുമാനത്തിലേക്ക് ഇറാൻ പോയിരിക്കുകയാണ്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. എങ്ങനെയെങ്കിലും ഇറാനുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചരക്കുകൾ, അതായത് പ്രത്യേകിച്ച് ഗ്യാസ് അടക്കമുള്ള അടിയന്തര സ്വഭാവത്തിലുള്ള വസ്തുക്കൾ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇതോടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഹോർമുസ് കടലിടുക്ക് അടച്ചതിനോടൊപ്പം തന്നെ ഇറാൻ ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതായി അവകാശപ്പെട്ടു. ഔദ്യോഗികമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇത് സംബന്ധിച്ച സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ലെങ്കിലും ഇത് സ്വാഭാവികമാണ്. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഇറാൻ തങ്ങളുടെ പക വീട്ടുന്നത്
ഇറാൻ അമേരിക്കയിലേക്ക് നേരിട്ട് മിസൈലുകൾ അയക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അമേരിക്കയിൽ ഏതെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്ക എന്ന രാജ്യത്തിനുള്ളിൽ കടന്ന് ഫിസിക്കലായി അവർക്ക് ഡാമേജ് ഉണ്ടാക്കാൻ ഇറാന് കഴിയില്ല. അത്രയധികം ദൂരമുണ്ട്, ഏതാണ്ട് 4500-ലധികം കിലോമീറ്റർ ആകാശ ദൂരമുണ്ട്. അപ്പോൾ അത്രയും ദൂരത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ ഇറാന്റെ പക്കൽ ഉണ്ടെങ്കിലും അത് ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് ചെയ്യാൻ കഴിയുന്ന കാര്യം, അമേരിക്കയെ മുറിവേൽപ്പിക്കാൻ വേണ്ടി ഇറാന് ചെയ്യാൻ കഴിയുന്ന കാര്യം, അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ സൈറ്റുകളിലേക്ക്, അതായത് സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്തുക എന്നുള്ളതാണ്. ഇന്നലെ അമേരിക്ക ഇറാന് നേരെ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ഇറാൻ അമേരിക്കയുടെ 18 സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ് IRGC ഇപ്പോൾ പറയുന്നത്. US ആർമിയുടെ 18 കേന്ദ്രങ്ങൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തി, ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും അടക്കം, അതായത് അവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ പറയുന്നത്. അതിനെപ്പറ്റി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും അത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ കരുതാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ദുരന്ത ഫലങ്ങൾ പേറുന്നത് ഗൾഫ് രാജ്യങ്ങളായിരിക്കും എന്ന് മാത്രമല്ല, ഇതിനു മുമ്പ് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ച സമയത്ത്, അതായത് ഇറാന്റെ എണ്ണ ശുദ്ധീകരണശാല, എണ്ണ സംഭരണശാല തുടങ്ങിയവയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയ സമയത്ത് ഇറാൻ ചെയ്തത് സമാനമായ കേന്ദ്രങ്ങൾ, കുവൈറ്റിലെ അടക്കം സൗദിയിലെ അടക്കം സമാനമായ കേന്ദ്രങ്ങൾ, ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇറാന്റെ പെട്രോ കെമിക്കൽ ശാലകൾക്ക് നേരെയും ജലശുദ്ധീകരണ കേന്ദ്രങ്ങൾക്ക് നേരെയും എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെയും അമേരിക്ക ആക്രമണങ്ങൾ നടത്തി എന്നാണ് പല റിപ്പോർട്ടുകളിലും പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇറാൻ ഇതിന് തിരിച്ചടി കൊടുക്കുന്നത് ഒരു പക്ഷേ ഗൾഫ് മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കായിരിക്കും. ഇത് ലോകത്തിനുണ്ടാക്കുന്ന ആഘാതം അത് ദൂരവ്യാപകമായിട്ടുള്ള ഒരു ആഘാതമായിരിക്കും. അതായത് പെട്ടെന്ന് പ്രതിഫലിക്കുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമായിരിക്കില്ല. അവരുടെ എണ്ണ ശേഖരം തീർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് തീ പിടിച്ചു കഴിഞ്ഞാൽ, അത്തരം ശുദ്ധീകരണശാലകൾക്ക് തകരാറുണ്ടായി കഴിഞ്ഞാൽ അത്രയും എണ്ണ നിക്ഷേപം പൊടുന്നനെ കുറയുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നതിന് കാരണമാകും. അത് ഭാവിയിൽ ഇത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടിവരും. അത്രയും കാലം ഇതിൻ്റെ ബാധ്യത നമ്മൾ ചുമക്കേണ്ടി വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടകം തന്നെ ലോകവ്യാപകമായി എണ്ണവില ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ 3 തവണ എണ്ണവില വർദ്ധിച്ചിട്ടുണ്ട്. ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. സ്വാഭാവികമായിട്ടും വിലക്കയറ്റം ഉണ്ടാകും. സ്വാഭാവികമാണ്, വിലക്കയറ്റം ഉണ്ടാകും. വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ പട്ടിണിപ്പാവങ്ങൾ ജീവിക്കാൻ പാടുപെടും. അരാജകത്വത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ പോകും. ഇത് ലോകവ്യാപകമായി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഒരു രാജ്യത്തെ, ഒരു മേഖലയുടെ മാത്രം പ്രശ്നമല്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ലോകക്രമം തന്നെ തകിടം മറിയും. ഇത്രയും ഗുരുതരമായ പ്രശ്നമാണ് ഈ ട്രംപും നെതന്യാഹുവും കൂടി ഈ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചതിന് ശേഷം ഇപ്പോൾ സംഭവിക്കുന്നത്. ചെറിയൊരു കാര്യമല്ല. ഇവിടെ ഇരുന്ന് ട്രംപിനെയും നെതന്യാഹുവിനെയും മതപരമായ, വർഗീയപരമായ കാരണങ്ങളാൽ വാഴ്ത്തുന്നവർ മനസ്സിലാക്കുക, നിങ്ങൾ അവരെ വാഴ്ത്തുമ്പോൾ അത് ഈ ലോകത്തിനെതിരായ പരിഹാസമാണ്, പുച്ഛമാണ്. സത്യസന്ധമായി കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നവർ, സത്യസന്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറുള്ളവർ ഈ യാഥാർത്ഥ്യം കൂടി അഡ്രസ്സ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ നാട്ടിൽ എത്ര മാധ്യമങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്? ഈ യുദ്ധത്തിന് കാരണം എന്താണ്? ഈ യുദ്ധം തുടങ്ങി വെച്ചത് ആരാണ്? ഇത്രയധികം പ്രതിസന്ധികൾ ലോകത്തുണ്ടായേ എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ എന്തുകൊണ്ട് ഇതിന് പിന്നിൽ ആരാണ്? ഇതിന് യഥാർത്ഥ കാരണം എന്താണ്? എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം? ആർക്ക് വേണ്ടിയായിരുന്നു യുദ്ധം എന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഈ യുദ്ധം കൊണ്ട് എന്ത് പ്രയോജനമാണ് ലോകത്തിനുണ്ടായത്? ഇസ്രായേലിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, ഇസ്രായേലിന്റെ പേടി മാറ്റാൻ വേണ്ടി, ഇറാൻ വളർന്നു വരുന്നതിലുള്ള അസഹിഷ്ണുത ഇല്ലാതാക്കാൻ വേണ്ടി ഈ ഇസ്രായേല് അമേരിക്കയെ സമീപിക്കുന്നു. അമേരിക്ക എന്താണ് ചെയ്തത്? സ്വന്തം ലാഭത്തിന് വേണ്ടി വെനസ്വേലയിൽ നടത്തിയതുപോലുള്ള ഒരു ഓപ്പറേഷൻ ഇറാനിലേക്ക് പ്ലാൻ ചെയ്യുന്നു. പക്ഷെ വെനസ്വേലയല്ല ഇറാൻ. പാവങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന, ബോംബിട്ട് കൊല്ലുന്ന പോലെ എല്ലാം സഹിച്ചു നിൽക്കുന്ന പലസ്തീനിലെ ജനത പോലെയല്ല ഇറാൻ. അവർ ശക്തമായി തിരിച്ചടിച്ചു. അവിടെയാണ് കൃത്യമായ തിരിച്ചടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും കിട്ടിയത്. ഒരു രാജ്യത്തെ സംബന്ധിച്ച്, അവിടുത്തെ ജനതയെ സംബന്ധിച്ച് ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകും. ഞങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ താഴില്ല, അമേരിക്കയ്ക്ക് മുന്നിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇറാൻ തീർത്തു പറഞ്ഞിരിക്കുന്നു. IRGCയുടെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ശത്രുവിനെതിരെ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് തുടരുമെന്ന് IRGC പറയുമ്പോൾ തീർച്ചയായും വലിയ ആക്രമണങ്ങൾ ഇനി ഗൾഫ് മേഖലയിലേക്ക് ഉണ്ടാകും. ഈ യുദ്ധത്തിൽ ഒരു സമാധാന ചർച്ചയ്ക്കുള്ള സ്പേസ് ഇല്ലാതായിരിക്കുന്നു. സൗദിയും ഖത്തറും കുവൈറ്റും പാകിസ്ഥാനും ഒക്കെ ചേർന്നുകൊണ്ട് പല വിധത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കഴിഞ്ഞ കുറെ നാളുകളായി റിപ്പോർട്ടുകൾ വരികയാണ്. ട്രംപ് അതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ട്രംപ് ലോകത്തെ ചതിക്കുകയാണ്, എല്ലാവരെയും പറഞ്ഞു പറ്റിക്കുകയാണ്. ട്രംപിന്റെ ലക്ഷ്യം ഇറാനെ തകർക്കുക, തച്ചുടയ്ക്കുക, തീർക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ട്രംപിന് കഴിയുന്നില്ല. സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല.
ശക്തമായി എല്ലാ അടിക്കും തിരിച്ചടി കൊടുക്കാൻ ഇറാൻ തയ്യാറാകുമ്പോൾ ലോകത്തിന് മുന്നിൽ നാണം കെടുന്നത് ട്രംപാണ്. ഒമാൻ കടലിടുക്കിൽ നിന്ന് അമേരിക്കൻ കപ്പലുകൾ ഇറാന്റെ ആക്രമണം ഭയന്ന് പിന്മാറി. അപ്പാച്ചെ എന്ന അമേരിക്കയുടെ പ്രസ്റ്റീജിയസ് ഹെലികോപ്റ്റർ തകർന്നു വീണു. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ ഇറാൻ നടത്തുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്നു, ഇപ്പോൾ പരിപൂർണമായി അടച്ചിരിക്കുന്നു. അതായത് അമേരിക്ക ഇറാൻ ഭയന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇറാൻ അതങ്ങനെയല്ല എന്ന് തെളിയിക്കുകയാണ്. ഇന്നും ട്രംപ് പറയുന്നത് ഇറാന്റെ ചില ഉന്നതർ തന്നെ വിളിച്ചിട്ട് യുദ്ധം നിർത്താൻ അഭ്യർത്ഥിച്ചു എന്നാണ്. അത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രതികരണം വന്നു, ഞങ്ങൾ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല, ട്രംപ് പുളുവടിക്കുകയാണ് എന്ന്. ഇന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ റഷ്യയും ചൈനയും അടക്കമുള്ള പല ലോകരാജ്യങ്ങളും അമേരിക്കയുടെ യുദ്ധ നീക്കങ്ങളെ ശക്തമായി അപലപിച്ച് രംഗത്ത് വരികയാണ്. ഗൾഫ് രാജ്യങ്ങൾ പോലും യുദ്ധം അവസാനിപ്പിക്കണം എത്രയും വേഗം എന്ന നിലപാടിലേക്ക് എത്തുകയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ടും സ്വന്തം രാജ്യത്ത് നിന്ന് പോലും വലിയ വെല്ലുവിളികൾ നേരിടുന്നു. ലോകരാജ്യങ്ങൾ ട്രംപിനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നു. എന്നിട്ടൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഇറാനെ തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വശത്ത് ട്രംപ് മുന്നോട്ട് പോകുന്നു, മറുവശത്ത് അതേ ട്രംപ് തന്നെ സമാധാന ശ്രമങ്ങൾ പൂർത്തിയാവുകയാണ്, ഉടൻ സമാധാനം ഉണ്ടാകും എന്ന് പറയുന്നു. കഴിഞ്ഞ 1.5 ആഴ്ച മുമ്പ് ട്രംപ് പറഞ്ഞത് 7 ദിവസത്തിനുള്ളിൽ യുദ്ധം തീരുമെന്നാണ്. ആ പറച്ചിൽ കഴിഞ്ഞ് പിന്നെയും 4 ദിവസം കടന്നിരിക്കുന്നു. എന്നിട്ടും യുദ്ധം തീരാനുള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ട്രംപ് തന്നെ അത് മുൻകൈയെടുത്ത് പൊളിക്കുകയാണ്. എന്തായാലും അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ചില കപ്പലുകൾക്ക് കടന്നു പോകാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ യുദ്ധമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇന്റർനാഷണൽ മാരിടൈം ഏജൻസി പറയുന്നത് ഒരൊറ്റ കപ്പലും ഇതുവരെ ഹോർമുസ് വഴി പോയിട്ടില്ല എന്നാണ്. അപ്പോൾ ട്രംപ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നുണ പറയുകയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ട്രംപിൻ്റെ ഒറ്റ ബുദ്ധിയിൽ ഉള്ള നീക്കങ്ങൾ ഈ ലോകത്തെ മുഴുവൻ കടുത്ത ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് എന്ന് തന്നെയാണ്. ഇതിന് എന്ന് അറുതി ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും കൃത്യമായി ലഭിക്കാത്ത ദുരന്തപൂർണമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു.